പോകുന്നത് നമ്മുടെ ഫസ്റ്റ് PHP പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കോഡ് എഴുതാൻ യൂസ് ചെയ്യുന്ന എഡിറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെയുള്ള എല്ലാ എക്സാമ്പിളും ചെയ്യാൻ പോകുന്നത് ആറ്റം എന്ന് പറയുന്ന ഒരു എഡിറ്ററിലാണ്. ഇത് എൻ്റെ വെബ്സൈറ്റ് atom.io എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിൽ പല ഫീച്ചേഴ്സും എഡിറ്ററിൽ വേണ്ട കോഡിങ്ങിന് വേണ്ട സിൻടാക്സ് ഹൈലൈറ്റിംഗ്, കോഡ് കംപ്ലീഷൻ, അങ്ങനെ പല ഫീച്ചേഴ്സുള്ള എഡിറ്ററാണ്. ഇത് ഫ്രീ ആണ്. ഇതിപ്പോൾ ഇവിടെ മാക്കിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോംസിന് വേണമെങ്കിൽ നിങ്ങളുടെ വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സിനോ വേണ്ടിയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഒരുപാട് PHP എഡിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ PHP എന്നൊന്ന് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. IDE എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ഈ ആറ്റം എന്നൊക്കെ പറയുന്നത് ടൈനി എഡിറ്ററാണ്. കംപ്ലീറ്റ് IDE എന്ന് പറയാൻ പറ്റില്ല. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എഡിറ്റേഴ്സാണ്. കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ PHP സ്റ്റോമോ, സെൻ സ്റ്റുഡിയോ അങ്ങനത്തെ ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊന്നും ഫ്രീ അല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂള് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് കോഡ് എഴുതാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ആറ്റം ഇൻസ്റ്റാൾഡ് ആണ്. ആറ്റത്തിലായിരിക്കും നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കുമ്പോൾ ഫസ്റ്റ് എല്ലാവരും എഴുതുന്ന കോഡ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് ആണ്. നമുക്കും ഹലോ വേൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എഡിറ്ററിൽ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ htdocs ഫോൾഡർ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഞാനതിനകത്ത് ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ index.php നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ക്രിയേറ്റ് ചെയ്ത index.phpയിലാണ് കോഡ് എഴുതാൻ പോകുന്നത്. അതിൽ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന കോഡ് ഈ സിമ്പിൾ ലെസ് ദാൻ or equal to $PHP. ഇതെന്ന് പറയുന്നത് PHPയുടെ ഓപ്പണിംഗ് ടാഗാണ്. ഈ ടാഗ് വെച്ചാണ് PHP സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ടാഗാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പോൾ ഇതിനെ രണ്ടിനും ഇടയിൽ എഴുതുന്ന കോഡായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PHPയുടെ ഇൻ്റർപ്രെറ്റർ റീഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സിൻടാക്സുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. ഈ എഴുതിയ ഫയൽ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് /tutorials ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിൻ്റായി. ഈ ഹലോ വേൾഡ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ ഫയലിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു index.php ഫയലായതുകൊണ്ടാണ്. ഇൻഡെക്സ് ഫയൽ വിളിച്ചാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുക. ഫയലിനെ മാറ്റി വിളിച്ച് നോക്കാം, നോട്ട് ഫൗണ്ട് ഒരു എററായിരിക്കും നമുക്ക് വരുന്നത്. ഇതിൻ്റെ സിൻടാക്സുകളും മറ്റും നമ്മൾ അടുത്ത വീഡിയോയിൽ തൊട്ട്
കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.